ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആയതിനു ശേഷം ആദ്യമായിട്ടാണല്ലേ കാണുന്നത്. അപ്പോൾ ഹാപ്പി 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 ന്യൂ ഇയർ, നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന ടീച്ചർ ആശംസിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണേ. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ഇവിടെ ഒരു വിന്നർ എന്ന് പറയുന്ന ഒരു ട്രോഫിയൊക്കെ ആയിട്ട് വിന്നർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തിലോട്ടാണ് നമ്മൾ വിൻ ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് മുന്നിൽ വരുന്ന ഏറ്റവും 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 കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് USS ആണല്ലേ. അപ്പോൾ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം ആണ്. അപ്പോൾ 7ാം ക്ലാസ്സിലായ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാറുണ്ട്, എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ, USS ഇല്ലേ, USSന് വേണ്ടി പഠിച്ചു തുടങ്ങിയോ എന്നൊക്കെ. അപ്പോൾ ഇതാ ഈ കുട്ടിക്ക്, നിങ്ങൾക്കുള്ളതുപോലെ ഈ കുട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെ വിൻ ചെയ്യാം, എങ്ങനെയാണ് ഇപ്പോൾ വിന്നർ ആവുക എന്നുള്ളത്. ഒന്നുമില്ല മക്കളെ, അതിന് എളുപ്പ വഴി ഒന്നുമില്ല, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉറപ്പായിട്ടും വിൻ ചെയ്യും. അത് തന്നെയാണ് അതിലേക്കുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി വരുന്ന കുറഞ്ഞ ദിവസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ എക്സാമിനേക്ക്, അത്ര മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉള്ള പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ കൂടി ഒന്ന് പഠിക്കുക. അപ്പോൾ ഇന്ന് ടീച്ചർ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ USS പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചില ചോദ്യങ്ങൾ മാത്രം എടുത്ത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താന്ന്. ഒന്നുമില്ല, ഒരു 5-6 ചോദ്യങ്ങളാണ്. അപ്പോൾ ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ USS പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. മുൻവർഷ ചോദ്യങ്ങളിൽ ചിലത് ടീച്ചർ തിരഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് പറഞ്ഞാൽ എന്താ? മഹാകാവ്യം എന്ന് പറയുന്ന, കാവ്യം എന്ന് പറയുന്നത് കുറച്ച് ചെറുതായിരിക്കും, പക്ഷെ മഹാകാവ്യം അല്ലേ, മഹാകാവ്യം എന്ന് പറയുന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആരാണ് മലയാളത്തിൽ മഹാകാവ്യം എഴുതിയത് എന്നാണ് ചോദ്യം. ഏതാണ് എന്നുള്ളത്, ആരാണ് എന്ന് നമുക്ക് എന്നിട്ട് പറയാം കേട്ടോ. ഉമാകേരളമാണോ, രാമചന്ദ്ര വിലാസമാണോ, ചിത്രയോഗമാണോ, കേശവീയമാണോ? നിങ്ങൾക്ക് 4 ഓപ്ഷനുകളാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഉത്തരത്തില് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം അല്ലേ. അപ്പൊ ഉമാകേരളമാണോ, രാമചന്ദ്ര വിലാസമാണോ, ചിത്രയോഗമാണോ, അതുപോലെ കേശവീയം ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ മലയാളത്തിലെ ആദ്യ മഹാകാവ്യം എന്ന് പറയുന്നത് രാമചന്ദ്ര വിലാസമാണ്. അഴകത്ത് പത്മനാഭക്കുറുപ്പ് എഴുതിയ രാമചന്ദ്ര വിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, രാമചന്ദ്ര വിലാസമാണ് എഴുതിയത്, അഴകത്ത് പത്മനാഭക്കുറുപ്പ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയും വരാം, മലയാളത്തിലെ ആദ്യ മഹാകാവ്യം എഴുതിയത് ആര് എന്ന് ചോദിച്ചാല് അഴകത്ത് പത്മനാഭക്കുറുപ്പ് എന്ന് മക്കൾക്ക് പറയാം, അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ഇനി ടീച്ചർ ഒരു ചോദ്യം കൂടെ പറയാണേ, മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന വിശേഷണം ലഭിച്ച മലയാളത്തിലെ കവി ആര്? അറിയോ? ആർക്കെങ്കിലും അറിയോ? അത് കുമാരനാശാനാണ്. മഹാകാവ്യം എഴുതാതെ മഹാകാവ്യം എഴുതിയിട്ടില്ല, ഖണ്ഡകാവ്യങ്ങളാണ് അദ്ദേഹം എഴുതിയത്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് അല്ലെ, മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന വിശേഷണത്തിന് അർഹനായത് ആര്? എഴുതാതെ മഹാകവി അല്ലെ, മഹാകവി ചുരുക്കിയാന്ന് ടീച്ചർ എഴുതുന്നുള്ളൂ. കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാൻ അല്ലെ, കുമാരനാശാൻ. അപ്പൊ അദ്ദേഹം മഹാകാവ്യം എഴുതിയിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ എഴുതിയ കാവ്യങ്ങളുടെ ആ ഒരു തീവ്രതയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹാകവി എന്നുള്ള ആ ഒരു വിശേഷണം നൽകിയത് കേട്ടോ. അപ്പൊ മഹാകവി എഴുതിയവരെയാണ് നമ്മൾ മഹാകവി എന്ന് പറയാറുള്ളൂ. കുമാരനാശാൻ അത് എഴുതിയിട്ടില്ല. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന വിശേഷണം അർഹനായ കവി ആര് എന്ന് ചോദിച്ചാൽ അത് കുമാരനാശാനാണ്. ഓർത്തു വെക്കാട്ടോ, കുമാരനാശാൻ. അടുത്ത ചോദ്യം, കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത്? കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത് എന്ന് ചോദിച്ചാൽ കണ്ണുനീർ തുള്ളിയാണോ, നളചരിതം ആട്ടക്കഥയാണോ, വീണപ്പൂവാണോ, ഉമാകേരളമാണോ? ഏതാണ് കേരള ശാകുന്തളം? ഏതാണ് കേരള ശാകുന്തളം എന്ന് പറയുന്നത് നളചരിതം ആട്ടക്കഥയാണ്. അത് ഉണ്ണായി വാര്യരാണ് എഴുതിയിരിക്കുന്നത്. നളചരിതം ആട്ടക്കഥയാണ്
കേരള ശാകുന്തളം എന്ന് അറിയപ്പെടുന്നത്? നളചരിതം ആട്ടക്കഥ അതാരാണ് എഴുതിയിരിക്കുന്നത്? ഉണ്ണായി വാര്യർ. അപ്പൊ ചോദ്യം ഇങ്ങനെയും വരാം, കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതിയായ നളചരിതം ആട്ടക്കഥയുടെ കർത്താവാര്, എഴുതിയതാര് എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ണായി വാര്യർ. നളചരിതം ഉണ്ണായി വാര്യർ. നളചരിതം ഉണ്ണായി വാര്യർ. നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യരുടേതാണ്. അദ്ദേഹത്തിന്റെ ആ കൃതിയാണ് കേരള ശാകുന്തളം എന്ന് അറിയപ്പെടുന്നത്. ഓർത്തു വെക്കാട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചില വരികളൊക്കെ തരും. ഈ വരികൾ ആരുടേതാണ് എന്നുള്ളൊരു ചോദ്യം വരും. ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ. ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ. ഇതാരുടെ വരികളാണ്? വയലാറിൻ്റെതാണോ, കുമാരനാശാന്റേതാണോ, പി ഭാസ്കരൻ്റെതാണോ, വൈലോപ്പിള്ളിയുടേതാണോ? വൈലോപ്പിള്ളിയുടേതാണോ? ആരുടേതാണ്? ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ. ഇത്തരം വരുന്ന ചില നമ്മൾ വായിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറേ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കവിതകളൊക്കെ നമ്മൾ വായിക്കേണ്ടി വരും. വായിക്കണം, പക്ഷെ നമ്മൾ വായിച്ചത് തന്നെ വരണമെന്നില്ല അല്ലേ? അപ്പോൾ സാധാരണ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് രക്ഷയുള്ളൂ. അപ്പൊ ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് പറയുന്ന വരികൾ വൈലോപ്പിള്ളിയുടേതാണ്. വൈലോപ്പിള്ളിയുടേതാണ്. ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് പറയുന്ന വരികൾ. ഓർത്തു വെക്കാട്ടോ. അപ്പോ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ്, കവികൾ വിശേഷണങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത് സാധാരണയായി ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ്, കാച്ചിക്കുറുക്കിയ കവിതകൾ എഴുതുന്ന കവി ആര്, അല്ലെങ്കിൽ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആര് എന്നൊക്കെ ചോദിച്ചാൽ ONV ആണോ, കുമാരനാശാനാണോ, പി ഭാസ്കരനാണോ, വൈലോപ്പിള്ളിയാണോ? ഉത്തരം നിങ്ങൾ പറഞ്ഞോളൂ. ഏതാണ്? നിങ്ങൾക്കറിയാവുന്നതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വൈലോപ്പിള്ളിയാണ്. ഏതാണ്? കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ്. അപ്പോൾ ഇത് നമ്മൾ തൊട്ടു മുന്നേ പഠിച്ച ഈ വരികളും ആരുടേതാണ്? ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ. അപ്പോൾ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് കേട്ടോ വൈലോപ്പിള്ളി. അടുത്ത ചോദ്യം, ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര്? ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി, ശബ്ദസുന്ദരൻ, ഓരോരുത്തർക്കും ഓരോ വിശേഷണങ്ങൾ കൊടുക്കും അല്ലെ. ശബ്ദസുന്ദരൻ എന്ന് പറയുന്ന കവി ആര്? ONV ആണോ, കുമാരനാശാനാണോ, ഉള്ളൂരാണോ, വള്ളത്തോളാണോ? ഉള്ളൂരല്ല, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കുമാരനാശാൻ്റെത് ONVൻ്റെതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഞാൻ അതൊരു ചോദ്യമായിട്ട് തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് നോക്കാലോ അല്ലേ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ശബ്ദസുന്ദരൻ വള്ളത്തോളാണ് കേട്ടോ. വള്ളത്തോൾ നാരായണ മേനോനാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര് എന്ന ചോദ്യത്തിന് വള്ളത്തോൾ എന്നാണ് ഉത്തരം. വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ ആരാണ്? വള്ളത്തോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ഞാൻ പറയാം. അതിനു മുമ്പേ ഒരു ശൈലി തന്നിട്ട് അതിന്റെ അർത്ഥവും കൂടെ ചോദിക്കും കേട്ടോ. കഴുത്തിൽ നുകം വെക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കഴുത്തിൽ നുകം വെക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉപദ്രവിക്കുകയാണോ, നശിപ്പിക്കുകയാണോ, രക്ഷപ്പെടുത്തുകയാണോ, കീഴ്പ്പെടുത്തുകയാണോ? കഴുത്തിൽ നുകം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉപദ്രവിക്കുകയാണോ, നശിപ്പിക്കുകയാണോ, രക്ഷപ്പെടുത്തുകയാണോ, കീഴ്പ്പെടുത്തുകയാണോ? രക്ഷപ്പെടുത്തുക അല്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഇത് നമുക്ക് തെറ്റിടാം, രക്ഷപ്പെടുത്തുക. ഇത് ഓപ്ഷൻ കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാ ചെയ്യേണ്ടത് കേട്ടോ. കഴുത്തിൽ നുകം വെക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ എന്തായാലും അത് രക്ഷപ്പെടുത്തുകയല്ല. ഇനി ഉപദ്രവിക്കുക, നശിപ്പിക്കുക, കീഴ്പ്പെടുത്തുക, ഏകദേശം എല്ലാത്തിനും ഒരേ അർത്ഥമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഏകദേശം ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് അതൊക്കെ. ഉപദ്രവിക്കുക, നശിപ്പിക്കുക, കീഴ്പ്പെടുത്തുക. അപ്പൊ കഴുത്തിൽ നുകം വെക്കുക എന്ന് പറയുന്ന ശൈലിയുടെ കൃത്യമായ അർത്ഥം കീഴ്പ്പെടുത്തുക എന്നാണ് മക്കളെ, കീഴ്പ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത് കഴിയുന്നതിന് മുമ്പേ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ആയിട്ട് എഴുതി തരണം. കമന്റ് ചെയ്യണം കേട്ടോ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആര്? സ്നേഹഗായകൻ
ഞാൻ തന്നെ മുന്നേ ഏതെല്ലോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആര്? ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആര്? ആരാണ്? ഇപ്പൊ തന്നെ ഉത്തരം കമന്റ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങള് ടീച്ചറെ ഇനിയും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ മതിയോ? ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യങ്ങളായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.